കാരക്കയുടെ കൂട്ടത്തിൽ, ഈത്തപ്പഴത്തിൻ്റെ കൂട്ടത്തിൽ വളരെ മഹത്വമുള്ള ഒന്നാണ് അജുവ എന്ന് പറയുന്ന കാരക്ക. നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൻ തസബ്ബഹ ബിസബ്ഇ തമറാത്തിൻ അജ്വത്തിൻ, അജുവ കാരക്ക രാവിലെ തന്നെ ഒരാൾ 7 എണ്ണം കഴിച്ചാൽ ലം യദ്റഹു ദാലിക അൽയൗമ സുമ്മുൻ വലാ സിഹ്ർ, അന്നത്തെ ദിവസം ഒരു സിഹറും ഒരു വിഷവും അദ്ദേഹത്തെ ബാധിക്കുകയില്ല. അത്ര വലിയ മഹത്വമുള്ളതാണ് അജുവ കാരക്ക എന്ന് പറയുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പട്ടിണി കിടക്കാറുണ്ട്. അങ്ങനെ വെറും വെള്ളവും കാരക്കയും കഴിച്ച് എത്രയോ ദിനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബവും ജീവിച്ചിട്ടുണ്ട്. ക്ഷമയോടുകൂടിയാണ് അവിടുത്തെ ജീവിതം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, 2 ദിവസം ഒന്നിച്ച് വയറ് നിറച്ച ഡേറ്റ് ഞങ്ങൾക്കില്ല. അത് ഗോതമ്പത്തിൻ്റെ പത്തിരി കൊണ്ടാണെങ്കിലും ഒന്നുകിൽ കാരക്ക അല്ലെങ്കിൽ വെള്ളം, അങ്ങനെയാണ് പലപ്പോഴും ജീവിത രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരിക്കൽ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറയും, നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. നല്ല ബറക്കത്തുള്ള ഭക്ഷണമായി അതിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ നോക്കുമ്പോൾ അവസാനം എത്തുമ്പോഴേക്ക് ഇതിൻ്റെ ബർക്കത്തൊക്കെയും കുറഞ്ഞുപോയി. ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ ഹാദാ, എന്തേ ഇങ്ങനെ സംഭവിച്ചത്? അവിടെ നിന്ന് പറഞ്ഞു, ഇന്നാ ദക്കർന സ്മല്ലാഹി അലൈഹി ഹീന അകൽനാ, നമ്മൾ തിന്നാനിരിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ നല്ല ബർക്കത്ത് നമ്മൾ അനുഭവിച്ചു. സുമ്മ ഖഅദ മൻ അകല വലം യുസമ്മില്ലാ, പിന്നെ ചിലർ വന്നിരുന്നു, അവർ ബിസ്മി ചൊല്ലിയില്ല. അവരദ്ദേഹത്തിൽ ഭക്ഷണം അദ്ദേഹം കഴിക്കുന്നതോട് കൂടെ ഫഅകല മഅഹു ശൈത്താനും കൂടി അതിൽ പങ്കുചേർന്നു, അവരും കഴിച്ചു. ഭക്ഷണത്തിൻ്റെ ബർക്കത്ത് പോയി. ഇമാം ബഗവി റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഭക്ഷണം കഴിക്കുന്ന തുടക്കത്തിൽ ബിസ്മി മറന്നുപോയാൽ ഓർമ്മയാകുന്ന സമയത്ത് ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ അബൂ ഉമയ്യത്ത് ബിൻ മഖ്സീർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ ഭക്ഷണം കഴിച്ചു ബിസ്മി ചൊല്ലാതെ. ഭക്ഷണം തീരാറായി, ഒരു പോങ്ങ മാത്രമേ ബാക്കിയുള്ളൂ. അതെടുക്കുമ്പോൾ അദ്ദേഹം ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ ചിരിച്ചുപോയി. ഞങ്ങൾ ചോദിച്ചു, അല്ലെങ്കിൽ ചിരിച്ചുപോയി. അതിനുശേഷം നബി തങ്ങൾ പറഞ്ഞു, മാസാല ശൈത്താനു യഅ്കുലു മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ ശൈത്താനും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ഈ ശൈത്താനെ നമുക്ക് കാണാൻ കഴിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. ഫലമ്മാ ദക്കറ ഇസ്മല്ലാഹി ഇസ്തഖാഅ മാ ഫീ ബത്നിഹി, അദ്ദേഹം ബിസ്മി ചൊല്ലിയപ്പോൾ ശൈത്താൻ കഴിച്ചത് മുഴുവനും ഛർദ്ദിച്ചു കളഞ്ഞു. ദിക്റിൻ്റെ വലിയ വിരോധിയാണ് ശൈത്താൻ. അതുകൊണ്ടാണ് ശൈത്താനിനെ അനുഗമിക്കുന്നവർക്ക് ദിക്ർ തീരെ ഇഷ്ടപ്പെടില്ല. പിശാചുമായി ബന്ധമുള്ളവർക്ക് ദിക്ർ തീരെ ഇഷ്ടപ്പെടില്ല. ദിക്റിൻ്റെ സദസ്സിലോ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പോലും ഒരു ദിക്ർ ചൊല്ലാൻ അവർ മടിക്കും. ദിക്ർ എന്നത് ശൈത്താനിന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ശൈത്താനിൻ്റെ ആശയങ്ങൾ അവൻ എങ്ങനെയെങ്കിലും സാധാരണക്കാരായ ജനങ്ങളെ മനസ്സിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി ലദീ അത്അമനാ വസഖാനാ വജഅലനാ മിൻ മുസ്ലിമീൻ എന്ന് പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് ഈ ഭക്ഷണം തന്നത്. അവനാണ് നമുക്ക് വെള്ളം കുടിപ്പിച്ചത്. അവൻ നമ്മളെ മുസ്ലിമീങ്ങളിൽ പെടുത്തുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. ഇതേപോലെ അവിടുന്ന് പറഞ്ഞു, അത്വാഇമു ശാകിറു കസാഇമി സാബിർ, ക്ഷമിച്ചുകൊണ്ട് ഭക്ഷണം, നന്ദി കാണിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവൻ, അല്ലാഹുവിന് അവൻ്റെ ഭക്ഷണം കഴിക്കുമ്പോൾ നന്ദി പ്രകടിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുന്നവൻ, ഭക്ഷണം കൊടുത്തവനോട് നന്ദിയുള്ളവൻ, കസാഇമി സാബിരി, ക്ഷമിച്ചു നിന്നുകൊണ്ട് നോമ്പെടുക്കുന്നവനെ പോലെയുള്ള പുണ്യവാളനാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നു എന്നതിൻ്റെ പുറമെ അവിടുന്ന് പറഞ്ഞു, സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം തിർമിദിയും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്യുന്നു, ഖറഅതു ഫി തൗറാത്തി, തൗറാത്തിൽ ഞാൻ വായിച്ചു, അന്ന ബറകത്ത ത്വആമി അൽ വുദൂഉ ബഅദഹു, ഭക്ഷണം കഴിച്ചാൽ അതിനുശേഷം ശുദ്ധീകരിക്കുക, വായ കഴുകുക, കൈ കഴുകുക, അങ്ങനെ ശുദ്ധീകരിക്കുക എന്നത് അത് ഭക്ഷണത്തിൻ്റെ ബറക്കത്താണ് എന്ന് തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഫദകർതു ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങളോട് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ബറകത്തു ത്വആമി അൽ വുദൂഉ ഖബ്ലഹു വൽ വുദൂഉ ബഅദഹു, ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് വെറും ശേഷം മാത്രം കഴുകലല്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കഴുകണം, കൈയും മുഖവും അതുപോലെ വായൊക്കെ കഴുകണം, അതേപോലെ ശേഷവും കഴുകണം. ഇനി ഒരാൾ ഒരു വുദു തന്നെ പൂർണ്ണമായി എടുത്താൽ അൽഹംദുലില്ലാഹ്, അതിന് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഭക്ഷണം കഴിക്കാനിരുന്നു. അലി റളിയല്ലാഹു അൻഹുവും കൂടെയുണ്ട്. ഒരു കൊല, ഈത്തപ്പഴം പോലെയുള്ളതിൻ്റെ ഒരു കൊല ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്, അതിൽ നിന്ന് എടുത്തിങ്ങനെ കഴിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവും അങ്ങനെ തന്നെ എടുത്ത് കഴിക്കുകയാണ്. നബി തങ്ങൾ അലിയെ നിർത്തിക്കള.
ഫൈനക്കനാത്തിഹുൻ, നിങ്ങൾ ഇപ്പോഴാണ് രോഗം, ശരിക്ക് നിങ്ങളെ രോഗം സുഖപ്പെട്ടിട്ടില്ല, രോഗവുമായി അടുത്ത് നിൽക്കുന്ന ആൾ, നിങ്ങൾ കൂടുതൽ ഇത് തിന്നാൻ പാടില്ല, കുറച്ച് കഴിച്ചാൽ മതി. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുറച്ച് തരിയും കുറച്ച് ഗോതമ്പിൻ്റെയും ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അലി ഹദാ ഫാസിബ് ഫൈനഹു ഔഫഖു ലക, ഇത് വേഗം ദഹിക്കുന്ന സാധനമാണ്, നിങ്ങൾക്ക് രോഗം അല്പമൊക്കെ മാറി വരുന്നേ ഉള്ളൂ, ഇപ്പോഴും കഴിക്കാൻ പറ്റുന്ന സാധനമാണ്, അത് നിങ്ങൾ കഴിച്ചോളൂ, ഇഷ്ടം പോലെ കഴിച്ചോളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ രോഗാവസ്ഥയെ സംബന്ധിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടാകണം എന്നത് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലരിങ്ങനെ എനിക്ക് ധാരാളം ഭയങ്കര ഷുഗറുണ്ട്, പക്ഷേ ഞാനൊരു വിലയും വെക്കലില്ല എന്ന് പറയും. അങ്ങനെ പറയണ്ട. രോഗം ഉണ്ടാകുമ്പോൾ പരിഗണിക്കേണ്ടതൊക്കെ പരിഗണിക്കുന്നതാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടച്ച് ഭക്ഷണം കഴിക്കുന്നവൻ, പ്ലേറ്റിൽ നിന്ന് തുടച്ച് ഭക്ഷണം കഴിക്കുന്നവൻ, അവന് വേണ്ടി ആ പ്ലേറ്റ് ഇസ്തിഗ്ഫാർ ചെയ്യും, അവന് പൊറുക്കലിനെ ചോദിക്കുമെന്ന് ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ അവിടുന്ന് നല്ല ഭക്ഷണമായി പഠിപ്പിച്ച സാധനമാണ് ജെയ്ത്ത്, ജെയ്ത്തിൻ്റെ കായയും ജെയ്ത്തിൻ്റെ എണ്ണയും. അത് നമ്മുടെ വേറെയുള്ള പല എണ്ണകളും പോലെയല്ല. വേറെയുള്ള പല എണ്ണകളും വയറ്റിന് കുഴപ്പമാണ്, അതുപോലെ പല രോഗത്തിനും കാരണമാണ്. നബി തങ്ങൾ പറഞ്ഞു, കുലു സൈത വദ്ദഹിനു ബിഹി, നിങ്ങൾ ജെയ്ത്ത് കഴിച്ചോളൂ, അതോടുകൂടെ തന്നെ അതിൻ്റെ എണ്ണയും ഉപയോഗിച്ചോളൂ. ഫൈനഹു മിൻ ഷജറത്തിൻ മുബാറക, അത് ബറക്കത്താക്കപ്പെട്ട മരത്തിൽ നിന്നുള്ളതാണ്. ഖുർആൻ തന്നെ മിൻ ഷജറത്തിൻ മുബാറക്കത്തിൻ സൈത്തൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഞാൻ ഭക്ഷണത്തിരുന്നു, ഇക്രാസ് റളിയല്ലാഹു പറയാൻ. അങ്ങനെ ഭക്ഷണത്തിന് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാൻ അതിൻ്റെ പല ഭാഗത്തേക്കും കൈ കൊണ്ടുപോകുമ്പോൾ നബി തങ്ങൾ ഇടത്തേ കൈ കൊണ്ട് എൻ്റെ വലത്തേ കൈ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, യാ ഇക്രാസ്, ഇതെല്ലാം ഒരേ ഭക്ഷണമാണ്, നിങ്ങൾ ഒട്ടാകെ എല്ലാ സ്ഥലത്തും കൈയിടേണ്ട ആവശ്യമില്ല, ഒരു സ്ഥലത്തുനിന്ന് കഴിച്ചാൽ മതി. ഫൈനഹു തആമൻ വാഹിദ്, ഒറ്റ ഇനം ഭക്ഷണമല്ലേ, അതിന് പിന്നെ ഒട്ടാകെ കൈയിടേണ്ട ആവശ്യമില്ലല്ലോ, ആ കഴിക്കുന്നിടത്ത് തന്നെ കഴിച്ചാൽ പോരെ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ അടുക്കൽ ഒരു തളിക കൊണ്ടുവന്ന് വെച്ചു, അതിൽ പല വിധത്തിലുള്ള കാരക്കകളുണ്ട്, ഒരേ ഒരു ഇനം അല്ല. ഞാൻ ആ സമയത്തും എൻ്റെ മുന്നിൽ നിന്ന് എടുത്തിങ്ങനെ കഴിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞല്ലോ മുന്നിൽ നിന്ന് കഴിച്ചാൽ മതി. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, കുൽ മിൻ ഹൈതു ശിഅ്ത, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് കഴിച്ചോ, കാരണം ഫൈനഹു ഗൈറു ലൗനിൻ വാഹിദിൻ, അത് ഒരൊറ്റ ഇനമല്ല, പല ഇനമുണ്ട്. അപ്പോൾ പിന്നെ മുന്നിൽ നിന്ന് മാത്രം കഴിച്ചാൽ അപ്പത്ത് കിട്ടാണ്ടായി പോകും. അതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും ഓരോ ഇനങ്ങളും എടുത്ത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ശേഷം വെള്ളം കൊണ്ടുവന്നപ്പോൾ 2 കൈയും കഴുകി, അതുപോലെ മുഖം നനവ് ഉള്ള കൈ കൊണ്ട് തുടച്ചു, അതുപോലെ കൈയിൻ്റെ തണ്ടം കൈകളും തുടച്ചു, തലയും. എന്നിട്ട് പറഞ്ഞു, തീ കൊണ്ട് നിർമ്മിച്ച ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ ഒരു തണുപ്പിക്കൽ ആവശ്യമാണ്. ആദൽ വുദൂ മിമ്മാ ഗയ്യറത്തിന്നാർ. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണത്തിൻ്റെ ആദാബുകൾ തന്നെ ധാരാളം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഇപ്പോൾ പറയുന്നില്ല. അതിഥി വന്നാൽ, അതിഥി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടുകാരല്ലാത്തവർ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ അവർ അതിഥികളാണ്. അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ ആദരിക്കണം. ഈമാനുണ്ടോ അതിഥികളെ ആദരിക്കണം. അതേപോലെ അള്ളാഹുവിലും ഖിയാമത്ത് നാളിലും വിശ്വാസമുണ്ടോ അയൽവാസിയെ ശല്യം ചെയ്യാൻ പാടില്ല. ഈമാനുണ്ടോ എങ്കിൽ നല്ലതേ സംസാരിക്കാവൂ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഒരു റിപ്പോർട്ടിൽ ഫൽ യസിൽ റഹിമഹു, കുടുംബബന്ധം ചേർക്കണം. ഈമാനുണ്ടോ കുടുംബബന്ധം ചേർക്കണം. കുടുംബമായി തെറ്റി ജീവിക്കുന്നവന് ഈമാനിന് ദൗർബല്യമുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, ഒരു അന്യനാട്ടുകാരൻ വന്നാൽ ഫൽ യുക്രിം ദൈഫഹു ജായിസതു യൗമുൻ വലൈല, ഒരു ദിവസം അവന് സ്പെഷ്യൽ ഭക്ഷണം കൊടുക്കണം. ആദ്യത്തെ ദിവസം സ്പെഷ്യൽ ഭക്ഷണം ഏറ്റവും നന്നാക്കി കൊടുക്കണം. വളിയാഫത്തു സലാസത്തു അയ്യാം, 3 ദിവസം അവൻ എന്തായിരുന്നാലും ഭക്ഷണം കൊടുക്കണം, പക്ഷേ ആദ്യത്തെ ദിവസം സ്പെഷ്യൽ കൊടുക്കണം. ഫമാ ബഅദ ദാലിക ഫഹുവ സദഖ, ഇനി അതിൻ്റെയും അപ്പുറത്തൊരാൾ കൊടുത്താൽ അത് സദഖയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. വലാ യഹില്ലു ലഹു അൻ യസ്രിയ ഇൻദഹു ഹത്താ യുഹരിജഹു, എന്നാൽ വന്ന അതിഥി നല്ലോണം ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ വെച്ചിട്ട് അവിടെ തന്നെ കൂടിക്കളയാൻ പാടില്ല. അപ്പോൾ ഈ പുറക്കാരൻ ബുദ്ധിമുട്ടും. അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവൻ സ്ഥലം കാലിയാക്കാൻ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയങ്ങളും സ്പർശിക്കുകയാണ് അവിടുത്തെ ജീവിതത്തിൽ, ഒന്നും വിട്ടേച്ചു പോകുന്നില്ല. അങ്ങനെ ഒരു നേതാവിനെ നമുക്ക് കാണാൻ സാധ്യമല്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി ദഅമത് ദഅതുഹുൻ നസാറാ ഫീ നബിഹിം വഹ്കും ബിമാ ശിഅത മദ്ഹൻ ഫീഹി വഹ്തകിമി. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് നബി തങ്ങൾ വന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സഅദ് റളിയല്ലാഹു അൻഹു പതുക്കെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു. നബി തങ്ങൾ കേട്ടില്ല. 3 തവണ നബി തങ്ങൾ സലാം പറഞ്ഞു.
അപ്പോഴെല്ലാം സൈദുല്ലാഹുവിന് പതുക്കെ സലാം മടക്കി. നബി തങ്ങൾ തിരിച്ചു പോവുകയാണ്. കാരണം ഒരു വീട്ടിൻ്റെ അടുക്കൽ വന്ന് സലാം പറഞ്ഞാൽ, സലാം മടക്കി സമ്മതം കൊടുത്താലേ വീട്ടിൽ കയറാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. നമ്മൾ വരുമ്പോൾ തന്നെ നേരെ വന്ന് കുഞ്ഞാമീ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ കയറിപ്പോകുന്ന ആൾക്കാരുണ്ട്. ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല അത്, അങ്ങനെ കയറിപ്പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോവുകയാണ്. ശിഷ്യൻ്റെ വീടാണ്. പക്ഷേ സലാം ചൊല്ലിയിട്ട് മടക്കുന്നത് കേട്ടിട്ടില്ല, തിരിച്ചു പോവുകയാണ്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ് ബി അബി അൻത വ ഉമ്മി മാ സല്ലംത തസ്ലീമതൻ ഇല്ലാ ബി ഉദ്നി. അവിടുന്ന് ചൊല്ലിയ എല്ലാ സലാമും ഞാൻ എൻ്റെ കാതിൽ കേട്ടിട്ടുണ്ട്. വലഖദ് റദത്തു അലൈക വലം മുസ്മീക, ഞാൻ മടക്കുകയും ചെയ്തിട്ടുണ്ട്, പക്ഷേ തങ്ങൾ കേൾക്കുന്ന വിധത്തിൽ മടക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്. അഹബബ്തു അൻ അസ്തഗ്ഫിറ മിൻ സലാമിക വ മിനൽ ബറകാ. അവിടുന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ നാവ് കൊണ്ട് കുറേയേറെ അതാ രക്ഷക്കും ബറക്കത്തിനും റഹ്മത്തിനും ഒക്കെയുള്ള അവിടുത്തെ ആശംസ ഒന്നിൽ കൂടുതൽ അവിടുത്തെ നാവ് കൊണ്ട് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാനൊരു നല്ല നിയ്യത്തിൽ ചെയ്തതാണ് നബിയേ. വാസ്തവത്തിൽ വേണ്ടത് മടക്കിയെന്നത് കേൾക്കുകയാണ്. പക്ഷേ നിയ്യത്ത് നല്ലതായത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആക്ഷേപിച്ചതായി ഹദീസിൽ ഇല്ല. പിന്നെ വീട്ടിലേക്ക് കടന്നു. മുന്തിരിങ്ങ കൊണ്ടുവന്ന് വെച്ചു. അത് നബി നിങ്ങൾ കഴിച്ചു. കഴിച്ചതിന് ശേഷം ഒരൊറ്റ ദുആ, അക്കല തആമകുമുൽ അബ്റാർ വസല്ലത അലൈക്കുമുൽ മലായിക വഅഫ്തറ ഇൻദകുമുസ് സായിമൂൻ. നിങ്ങളെ ഭക്ഷണം നല്ലവർ കഴിക്കട്ടെ, നിങ്ങൾക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കട്ടെ, നിങ്ങളുടെ അടുക്കൽ നോമ്പുള്ളവർക്ക് നോമ്പ് തുറക്കാൻ അവസരമുണ്ടാകട്ടെ. നമ്മുടെ ഭക്ഷണം നല്ലവർ കഴിക്കണം, അതൊരു നല്ല താല്പര്യമായിരിക്കണം. നല്ലവർ ഭക്ഷണം കഴിക്കുക, അതിൽ വലിയ പ്രത്യേകതയുണ്ട്, അതിൽ നമുക്ക് ഒരുപാട് ഫലങ്ങളുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഓ സുഹൃത്തുക്കളെ, നബി തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞത് കാണാം, ഫാത്തിമു തആമകുമുൽ അത്ഖിയാ. അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അള്ളാഹ് വിരോധിച്ചത് ഒഴിക്കുകയും ചെയ്തുകൊണ്ട് തഖ്വയോടുകൂടെ അഹങ്കാരവും അസൂയയും വിദ്വേഷവും ഒന്നില്ലാതെ ജീവിക്കുന്ന നല്ലവരായ ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. അവിടെയാണ് മുതഅല്ലിമീങ്ങൾക്ക് സാലിഹീങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നവർക്കുള്ള വലിയ പ്രതിഫലം. ഔലു മഅറൂഫകുമുൽ മുഅ്മിനീൻ, നിങ്ങളുടെ നന്മകൾ നിങ്ങൾ ഈമാനുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇരിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിനയാന്വിതനായി ഇരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ജഅലനി അബ്ദൻ കരീമൻ, മാന്യനായ ഒരു അടിമയായിട്ടാണ് അള്ളാഹു എന്നെ സൃഷ്ടിച്ചത്, എന്നെ ആക്കി തന്നത്. വലം യജ്അൽനി ജബ്ബാറൻ അനീദൻ, എന്നെ ഒരു അഹങ്കാരിയായി അള്ളാഹു ആക്കിയിട്ടില്ല, മർക്കടമുഷ്ടിക്കാരനാക്കിയിട്ടില്ല. കുലൂ മിൻ ജവാനിബിഹാ വദഉ ദിർവതഹാ യുബാറകു ഫീഹാ. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങളതിൻ്റെ 4 ഭാഗത്ത് നിന്ന് ഓരോരുത്തരുടെ അടുത്തുള്ള ഭാഗത്ത് നിന്ന് കഴിക്കുക. അതിൻ്റെ മൂർധാവ് അവിടെ ഒഴിച്ചിടുക. ആദ്യം തന്നെ മൂർധാവ് ഇങ്ങോട്ട് കോരിക്കളയരുത്, അവിടെയാണ് ബർക്കത്ത് ഇറങ്ങുക. അത് 4 ഭാഗത്തേക്കും വ്യാപിക്കുകയാണ് ചെയ്യുക. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത് അതൊരു പുണ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് വന്ന് പറഞ്ഞു, ഇന്നാ നഅ്കുലു വലാ നശ്ബഅ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു പക്ഷേ വയറിന് മതിയാകുന്നില്ല. അപ്പോൾ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ വെവ്വേറെയാണോ കഴിക്കാറ്? അലക്കും തഫ്തരിഖൂൻ, വെവ്വേറെയാണോ കഴിക്കാറ്? ഖാലൂ നഅം, അതെ. അവിടെ നിന്ന് ഫജ്തമിഉ അലാ ത്വആമികും, നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുവീൻ, വദ്കുറു ഇസ്മല്ലാഹ്, എൻ്റെ ബിസ്മി ചൊല്ലി കഴിക്കുവീൻ, യുബാറക ലക്കും ഫീ, ആ ഭക്ഷണത്തിൽ ബറക്കത്ത് ലഭിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മതിയായാൽ എഴുന്നേൽക്കാൻ പാടില്ല, ഒന്നിച്ച് ഭക്ഷിക്കുമ്പോൾ. ഇദാ വുദിഅത്തിൽ മാഇദതു ഫലാ യഖൂമു റജുലുൻ ഹത്താ തുർഫഅൽ മാഇദ. സുപ്രയിൽ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ആ സുപ്ര ഉയർത്തുന്നത് വരെ, അഥവാ എല്ലാവരും ഭക്ഷണം കഴിയുന്നത് വരെ ആരും എഴുന്നേൽക്കരുത്. ഫലാ യർഫഉ യദഹു, അവൻ്റെ കൈ അവൻ ഉയർത്തുകയും ചെയ്യരുത്. കാരണം കൂടെ കഴിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇനിയും കഴിക്കണം. അപ്പോൾ നമ്മളെന്ത് വേണം? നബി തങ്ങൾ പറയാൻ, ഭക്ഷണം കഴിച്ചിട്ട് അവന് മതിയായാലും ഹത്താ യഫ്റുവൽ ഖൗം, കൂടെ ഇരിക്കുന്നവർ തീരുന്നത് വരെ നമ്മളും അങ്ങനെ നമുക്കധികം വേണ്ടാന്ന് ആദ്യം തന്നെ തോന്നിയാൽ മെല്ലെ മെല്ലെ കുറേശ്ശെ മാത്രം കഴിച്ച് അവരത് തീരുമ്പോൾ നമ്മളും തീരുന്ന വിധത്തിലായി ഭക്ഷണം കഴിക്കുക. നമ്മൾ വേഗം കഴിച്ച് ഞാൻ വലിയ മാന്യനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത്. ഇനി അഥവാ ഒരുത്തന് വേഗം പോണ്ടിയുണ്ട്, ബസ് പോയി പോകും, അവന് ഒരു കഴിയുന്നവരെ നിന്നാൽ നടക്കൂലല്ലോ. അല്ലെങ്കിൽ അയാളിപ്പോൾ ഭക്ഷണം കഴിച്ച് എത്തിയിട്ടേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ അദ്ദേഹം അവരോട് പറയണം, ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ബസ് പോവും, നിങ്ങൾ കഴിച്ചോളി, ഞാൻ എനിക്ക് നിങ്ങൾ എണീക്കണ്ട എന്ന് പറയണം. ഫൈനദാലിക യുഖ്ജിലു ജലീസഹു, കൂടെ ഇരിക്കുന്നവന് നാണക്കേടാവും നമ്മൾ എഴുന്നേറ്റ് പോയിട്ട് അയാൾ കഴിക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ അദ്ദേഹവും ആ കഴിക്കുന്നതില്ലാതെ വയസായക്കൂനലഹു ഫി ത്വാമി ഹാജ,
ആ കൂടെ ഇരുന്ന് കഴിക്കുന്നവന് ഇനിയും ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടായേക്കാം. അത് പരിഗണിച്ചുകൊണ്ട് വേണം. ഇത് നബിതങ്ങൾ പഠിപ്പിക്കാത്ത ഒരു വിഷയവും ഇല്ല. അങ്ങനെ ഒരു നേതാവിനെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. അവിടുന്ന് യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, എല്ലാ നല്ല കാര്യങ്ങളും അവിടുന്ന് അനുവദിച്ചു കൊടുത്തു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മോശമായ കാര്യങ്ങളൊക്കെ അവിടുന്ന് നിഷിദ്ധമാക്കി. ചൂഷണം വിരോധിച്ചു, പലിശ വിരോധിച്ചു, വ്യഭിചാരം വിരോധിച്ചു. അതേപോലെ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാത്ത എല്ലാ വികാരശമനങ്ങളെയും അവിടുന്ന് വിരോധിച്ചു. അങ്ങനെ തുടങ്ങിയിട്ട് മറ്റൊരുത്തൻ്റെ കുറ്റം പറയുന്നത്, പരിഹസിക്കുന്നത്, നിന്ദിക്കുന്നത്, നിസ്സാരപ്പെടുത്തുന്നത്, ചീത്ത വിളിക്കുന്നത് എല്ലാം അവിടുന്ന് വിരോധിച്ചു. പൂർവ്വകാല സമുദായങ്ങൾക്ക് ചില നിയമങ്ങൾ, കടുത്ത നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ഒരു വസ്ത്രത്തിൽ നജസായാൽ കഴുകിയാൽ പോരാ, അവിടെ മുറിച്ചു കളയണമെന്ന് നിയമമുണ്ടായിരുന്നു. ചിലപ്പോൾ അവർ സ്വന്തം ശരീരത്തെ തന്നെ നശിപ്പിക്കണം എന്ന നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ നജസായ സ്ഥലം മുറിച്ചു കളയണമെന്ന നിയമം ഉണ്ടായിരുന്നു. അതെല്ലാം നബിതങ്ങൾ എടുത്തു മാറ്റി. അവർക്ക് ബുദ്ധിമുട്ടുള്ളതെല്ലാം എടുത്തു മാറ്റി. ഫല്ലദീന ആമനൂ ബിഹി, അതുകൊണ്ട് ആ നബിയെ കൊണ്ട് ഉറച്ച് വിശ്വസിക്കുന്നവർ, വിശ്വസിച്ചാൽ മാത്രം പോരാ, വഅസ്സറൂഹു, ആ നബിതങ്ങളെ ബഹുമാനിക്കുന്നവർ. എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത്? എന്തെല്ലാം അലങ്കാരങ്ങളാണ്, എന്തെല്ലാം സവിശേഷതകളാണ്, എന്തെല്ലാം സമ്മാനങ്ങളാണ്. പലതും നബിതങ്ങളുടെ ജന്മത്തിൽ അതേ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. അള്ളാഹ് പറയുന്നു അസ്സറൂഹു, ആ നബിയെ ബഹുമാനിക്കണം. ആ ബഹുമാനം പ്രകടിപ്പിക്കുകയാണ് നബിദിന പരിപാടികളിലൂടെ. വനസറൂ, ആ നബിതങ്ങളെ സഹായിക്കണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മദ്രസകളും പള്ളികളും ഒക്കെ നടത്തിക്കൊണ്ടുപോകുന്നതിന് കമ്മിറ്റിയുടെ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്യുന്നു. അവർക്ക് ശമ്പളമില്ല, അവർക്ക് ആ വകയിൽ 5 പൈസയും ഇല്ല. അധ്വാനിച്ച് ചെയ്യുകയാണ്. നബിദിനത്തിന് വേണ്ടി പലരോടും കലക്ഷൻ വാങ്ങുന്നു. അതേപോലെ അതാ നോമ്പ് തുറക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ പല ചെറുപ്പക്കാരും സജീവമായി മഗ്‌രിബിൻ്റെ സമയത്ത് അവരും നോമ്പുകാരാണ്. പക്ഷേ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കലാണ്. ഓരോ മഹല്ലത്തുകളിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കലാണ്. നബിതങ്ങളുടെ ദീൻ ഇവിടെ ആളുകൾക്ക് താല്പര്യമുള്ള വിധത്തിൽ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാകണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം നബിതങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ആ നബിതങ്ങളെ കൂടെ ഇറക്കപ്പെട്ട ഖുർആനുണ്ടല്ലോ, ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങളുണ്ടല്ലോ, അതെല്ലാം ആ വെളിച്ചത്തെ പിന്തുടർന്ന് ജീവിക്കുന്നവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയം കൈവരിച്ചവരെന്ന് സൂറത്തുൽ അറാഫിൽ അല്ലാഹു തആല പഠിപ്പിച്ചതിന് ശേഷം അല്ലാഹു തആല പറയാണ്, ഖുൽ, പറയൂ നബിയേ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാനൊരു സാധാരണ മനുഷ്യനല്ല, നിശ്ചയമായും നിങ്ങളിലേക്ക് അള്ളാഹു നിയോഗിച്ചയച്ച റസൂലാണ് ഞാനൊരിക്കലും ഒരു കേവല സാധാരണ മനുഷ്യനല്ല. ജമീഅ, എവിടെയെല്ലാം ഏതെല്ലാം മനുഷ്യരുണ്ടോ എല്ലാവരിലേക്കും നിയോഗിച്ചയക്കപ്പെട്ടവനാണ് ഞാൻ. ആരാണ് എന്നെ നിയോഗിച്ചയച്ചത്? അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ ആധിപത്യമുള്ള പടച്ചവൻ പറഞ്ഞയച്ച ആളാണ് ഞാൻ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധകന് അർഹനില്ല. യുഹീ, അവനാണ് യഥാർത്ഥത്തിൽ ജീവിപ്പിക്കുന്നവൻ. വയുമീത്, അവനാണ് മരിപ്പിക്കുന്നവൻ. ഫആമിനൂ ബില്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണേ. വറസൂലിഹിൻ നബിയിൽ ഉമ്മി, ആ അല്ലാഹു പറഞ്ഞേച്ച റസൂലിനെ കൊണ്ടും, അതേ ആ നബിയും റസൂലുമായ അവിടുന്ന് അൽ ഉമ്മി, വേറെ ഒരു പാഠശാലയിലും പോയി പഠിക്കാതെ ആവശ്യമുള്ള മുഴുവൻ വിഷയങ്ങളും പഠിക്കാനും പഠിപ്പിക്കാനും അറിയാനും അല്ലാഹു അറിവ് കൊടുത്ത ആളാണ്. അല്ലദീ യുമിനു ബില്ലാഹി വകലിമാതിഹി, ആ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രവർത്തനം. വകലിമാതിഹി, അവൻ്റെ കലിമത്തുകൾ, വചനങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് പ്രവർത്തനം. അതുകൊണ്ടാണല്ലോ ഈ സത്യമതത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വകയിൽ ഒരു പ്രതിഫലവും അവിടുന്ന് വാങ്ങിയില്ല, ചോദിച്ചില്ല. എന്ന് മാത്രമല്ല, കഠിനമായ ശത്രുതയോടെ സത്യത്തിൻ്റെ വിരോധികൾ കല്ലെറിയുമ്പോൾ, മുൻപല്ല് പൊട്ടി തെറിപ്പിക്കുമ്പോൾ, തലക്ക് മുറിവേൽപ്പിക്കുമ്പോൾ, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിക്കുമ്പോൾ, അപ്പോൾ പോലും അവരെ നശിപ്പിക്കട്ടെ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ, വേണ്ട, അവരൊന്ന് നന്നായാലോ, ഇല്ലെങ്കിൽ
അല്ലെങ്കിൽ അവരെ സന്താനങ്ങളെങ്കിലും നന്നായാലോ എന്ന് പറഞ്ഞ് കാരുണ്യം കാണിച്ച ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിലും എൻ്റെ റബ്ബ് എനിക്ക് പ്രതിഫലം തരുമെന്ന് വിശ്വസിച്ചവരാണ്. വത്തബിഊ, ആ നബിതങ്ങളെ പിന്തുടർന്ന് ജീവിക്കണേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. അതാ മുസ്ലിം സ്ത്രീകൾ തല മറക്കുന്നുണ്ട് പലരും, പക്ഷേ പകുതി മാത്രമേ മറക്കുന്നുള്ളൂ. തലയുടെ മുൻഭാഗം മറക്കാതെയാണ് പല സ്ത്രീകളും ഇപ്പോൾ തട്ടം ധരിച്ച് കാണുന്നത്. അതുപോലെ മാറിടം തുറന്നുകൊണ്ട് നടക്കുന്നതാണ് കാണുന്നത്, കയ്യിൻ്റെ തണ്ട പ്രത്യക്ഷപ്പെടുത്തി നടക്കുന്നതാണ് കാണുന്നത്. ഇതൊക്കെ പ്രിയപ്പെട്ട നബിതങ്ങൾ വിരോധിച്ചതാണ്. ആ നബിതങ്ങളെ നിങ്ങൾ പിന്തുടർന്നോളൂ. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗികളായി തീരുമെന്ന് ഖുർആൻ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി പിന്തുടർന്ന് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.